ഒരു കാര്യം വ്യക്തമാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിലമ്പൂരിൽ വിവിധ പ്രദേശങ്ങളിൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടക്കര എല്ലാ 5 പഞ്ചായത്തുകൾ ചേർന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ പറയാൻ. എല്ലായിടത്തും ഒരു കാര്യം വ്യക്തമാണ്. നിലമ്പൂരിന്റെ അടുത്ത MLA ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അടിക്കും. 9 വർഷക്കാലം ഈ കേരളത്തെ വഞ്ചിച്ച ഒരു സർക്കാർ, കേരളത്തിലെ വികസനത്തെ പിന്നോട്ടടിച്ച സർക്കാർ, കേരളത്തിന് വേണ്ടി ഒരു പദ്ധതി പോലും തുടങ്ങാത്ത, പൂർത്തീകരിക്കാത്ത സർക്കാർ, ആ സർക്കാരിനെതിരെയുള്ള വലിയ ജനവിധി, ആ ജനവിധി കേരളം 2024 കൊടുക്കാൻ പോകുക. അതിന്റെ തുടക്കമാണ് നിലമ്പൂർ. കേരളത്തിന് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. കേരള ജനതയെ പ്രതികരിച്ചുകൊണ്ടാണ് നിലമ്പൂർ ജനത വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ സർക്കാർ ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ വിശ്വാസത്തെയും വഞ്ചിച്ച സർക്കാരാണ്. ഇടതുപക്ഷം കേരളത്തെ വഞ്ചിച്ച പക്ഷമായി മാറിയിരിക്കുക. നിങ്ങൾക്കറിയാം, 9 വർഷക്കാലം ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയില്ല. സാമൂഹ്യ പെൻഷനുകൾ കൊടുത്തില്ല. ഇവിടുത്തെ ജനങ്ങളെ പട്ടിണിയിലാക്കി വിലക്കേറ്റക്കൊണ്ട് ഈ നാടിനെ വിളിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ അന്ന് കയറിയത് അന്ന് മുതൽ ഈ നാട്ടിൽ ദുരന്തങ്ങളുടെ നീണ്ട നിരയാ. ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് നിലമ്പൂരിൽ നിന്ന് വേണം തുടങ്ങാൻ. നമുക്കറിയാം, അടുത്ത് നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ ഗവൺമെന്റ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആ തൊട്ടിക്ഷാവരെ ചെയ്ത് പൂർത്തിയാക്കിയ ഒരു പരിപാടിയുണ്ടോ, ഒരു പദ്ധതിയുണ്ടോ? ഒരു പുസ്തകം ഞാൻ കേട്ടു സോഷ്യൽ മീഡിയയിൽ. ഞാൻ ആദ്യമായിട്ട് ആ ഒരു പുസ്തകം കേൾക്കുന്നത്. അദ്ദേഹം വന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞു, നിലമ്പൂർ മുനിസിപ്പാലിറ്റി കേരളത്തിൽ ഒരു മാതൃകയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം തിരിഞ്ഞു ബാപ്പുട്ടിയോട് ചോദിച്ചു, എല്ലാ പദ്ധതികളും എഴുതി തരണം, ഈ പദ്ധതികൾ കേരളത്തിലാകപ്പാട് നടപ്പിലാക്കണം. അങ്ങനെ നിലമ്പൂരിനെ ഒരു മോഡൽ മുനിസിപ്പാലിറ്റി ആക്കിയ നേതാവ് ബാപ്പുട്ടി. ഈ നാടിന് വേണ്ടി ജീവിതം സമർപ്പിച്ച നേതാവ്. അങ്ങനെയുള്ള നേതാവ് വേണം ഇവിടെ നിന്ന്. ശ്രീ ആര്യാടൻ മുഹമ്മദ്, ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല, അദ്ദേഹമാണ് റെയിൽ മന്ത്രിയായി 11 മുതൽ 16 വരെ കൊച്ചി മെട്രോ നടപ്പിലാക്കുവാൻ മുന്നിൽ നിന്നത്. നമുക്ക് അദ്ദേഹത്തെ ഓർക്കണം. ഈ നാടിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഓർക്കണം. 30 വർഷങ്ങൾ ഈ നാടിന് നയിച്ച നേതാവ്. ആ നേതാവിന്റെ മകൻ വരുമ്പോൾ നിങ്ങളുടെ വലിയ വോട്ടുകൾ കൈപ്പത്തും ചിഹ്നത്തിൽ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.